വചനവായന 33 ദിവസം. യേസാവിൻ്റെ മകനായ റഹുവേലിൻ്റെ പുത്രന്മാർ പ്രമുഖരായ നഹത്ത്, സേറഹ്, ഷമ്മ, മിസ. ഏദോം നാട്ടിൽ റഹുവേലിൽ നിന്നുണ്ടായ പ്രധാനപ്പെട്ടവരാണ് ഇവർ. ഏസാവിൻ്റെ ഭാര്യ ബസ്മത്തിൻ്റെ സന്തതികളാണ്. ഏസാവിൻ്റെ ഭാര്യ ഒഹൊലിബാമയുടെ പുത്രന്മാർ പ്രമുഖരായ വൂഷ്, യേലാം, കോറഹ്. ഇവർ ഏസാവിൻ്റെ ഭാര്യയും ആനായുടെ മകളുമായ ഒഹൊലിബാമയിൽ നിന്നുള്ള നായകന്മാരാണ്. ഇവർ ഏസാവിൻ്റെ സന്തതികളും ഏദോമിലെ പ്രമുഖന്മാരുമാണ്. അന്നാട്ടിൽ പാർത്തിരുന്നവരും സെയിർ എന്ന ഹോര്യൻ്റെ പുത്രന്മാരുമാണ് ലോത്തൻ, ശോബൽ, സിബയോൻ, ആന, ദീഷോൻ, ഏസർ, ദീഷാൻ. ഇവർ ഏദോം നാട്ടിലെ സൈറിൻ്റെ പുത്രന്മാരും ഹോരിയയിലെ പ്രമാണികളുമാണ്. ലോത്തിൻ്റെ പുത്രന്മാർ ഹോറി, ഹേമ. ലോത്താൻ്റെ സഹോദരിയായ തിമ്ന. ഷോബാലിൻ്റെ പുത്രന്മാർ അൽവാൻ, മനഹത്ത്, യേബാൽ, ഷെഫോ, ഓനാം. സിബയോൻ്റെ പുത്രന്മാർ ആയ, ആന. തൻ്റെ പിതാവായ സിബയോൻ്റെ കഴുതകളെ മേയിക്കുമ്പോൾ മരുഭൂമിയിൽ ചൂടുറവുകൾ കണ്ടെത്തിയ ആന ഇവൻ തന്നെയാണ്. ദീഷോൻ ആനായുടെ പുത്രനും ഒഹൊലിബാമയുടെ പുത്രിയുമായിരുന്നു. ഹെം, ദാൻ, എഷ്പാൻ, ഇത്രാൻ, കെറാൻ എന്നിവരായിരുന്നു ദീഷോൻ്റെ പുത്രന്മാർ. എസേറിൻ്റെ പുത്രന്മാരായിരുന്നു ബിൽഹാനും സാവാനും അക്കാനും. ദീഷാൻ്റെ പുത്രന്മാരായിരുന്നു ഊസും ആരാനും. ഹോര്യരിലെ പ്രമുഖരായിരുന്നു ലോത്താൻ, ശോബാൻ, സിബയോൻ, ആന എന്നിവർ. ദീഷോൻ, എസേർ, ദീഷാൻ എന്നിവർ സെയിർ നാട്ടിലെ ഹോര്യരിലെ പ്രമുഖരായിരുന്നു. ഇസ്രായേൽക്കാരുടെ ഇടയിൽ രാജഭരണം ആരംഭിക്കുന്നതിന് മുൻപ് ഏദോം നാട്ടിലെ ഭരണാധികാരികൾ ഇവരായിരുന്നു. ബെയോറിലെ മകനായ ബേല ഏദോമിൽ ഭരിച്ചു. അവൻ്റെ പട്ടണത്തിൻ്റെ പേര് ദിൻഹാബ എന്നായിരുന്നു. ബേല മരിച്ചപ്പോൾ ബൊസ്രയിലെ സേറഹിൻ്റെ മകനായ യോബാബ് രാജാവായി. യോബാബ് മരിച്ചപ്പോൾ തേമാന്യനായ ഹൂഷാം രാജാവായി.